അതിനൊക്കെ വേറൊരു സംഭവം ഉണ്ട് മക്കളെ. പോയി തന്നെ ടൗണിൽ ആന ഇറങ്ങില്ലേ, കാട്ടാന 3 ചെക്കന്മാര് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ ഒരു സംഭവം പിന്നെ ഞാൻ കാണിച്ചുതരാം. ഇരുട്ടുമല്ലേ, അപ്പൊ ഇങ്ങനെ ഓടിയ ഇതിലെത്തിയപ്പോ എൻ്റെ വയറ് തട്ടിയ മണ്ണാണ് കണ്ട. എൻ്റെ വയറ് തട്ടിയ മണ്ണ് ഒരു കാൽ. ഇതാ സുഹൃത്തുക്കളെ, എല്ലാവരും CCTV കണ്ട ആ വളവാത്. പെട്ടെന്ന് രാത്രി 11 മണിയായപ്പോൾ ആ ആന പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വന്ന് ആ കുട്ടികളെ അത്ഭുതകരമായി ഈ റോട്ടിനെ ഓടി കഴിച്ചിലായത്. അങ്ങനെ ഈ ടേണിങ്ങിൽ ബൈക്കൊക്കെ ഇട്ട് ഓടിയതാണ്. 2-3 ആന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വളവിൽ നിന്ന് ഇങ്ങനെ ഓടി ഇങ്ങോട്ടാണ് കയറിയത്. അപ്പോൾ ഇവിടെ JCB ഒക്കെ മണ്ണെടുത്ത് സ്ഥിതിക്ക് അതിൻ്റെ കാൽപ്പാടുകളൊന്നും കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ കാൽപ്പാടുകൾ ആ മൂലക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ഷീറ്റൊക്കെ പൊട്ടിച്ച് ആ ഇടയിൽ കൂടെ ആന അങ്ങോട്ട് ഓടാൻ നോക്കി കുട്ടികളെ പിടിക്കാൻ. അങ്ങനെ ആ കുട്ടി ഇവിടെ പരിചയം ഉണ്ടായതുകൊണ്ട് ആ വഴി അറിയുന്നതുകൊണ്ടും അട്ടപ്പാതിരിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഓടി കഴിച്ചില്ലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സൈറ്റിലാണ് നമ്മളെ വർക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ റോട്ടിനാണ് ആന ഇങ്ങോട്ട് കയറി ഓടി വന്നത്. ആ വളവിൽ നിന്നാണ് നമ്മൾ അതുവരെയുള്ള CCTV നമ്മൾ കണ്ടിട്ടുള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ ഓടിയതാ, ഇങ്ങനെ വന്ന് ഈ ക്യാപ്പിലൂടെ ആ കുട്ടിയാണ് ഓടി കഴിച്ചിലായി. അപ്പോൾ ആന ആ കുട്ടീനെ പിടിക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ അതിൻ്റെ വയറ് ചുമരുമ്പോൾ വലിയ മണ്ണാണ് ഈ കാണുന്നത് കണ്ടോ. എൻ്റെ വയറവിടെ കൊള്ളാത്തതുകൊണ്ട് അതവിടെ നിന്നു. അങ്ങനെ ഒരു കാലുകൊണ്ട് ചവിട്ടാൻ നോക്കിയതറിയില്ല, ഒരു കാലിൻ്റെ കാൽപ്പാട് അവിടെ ഉണ്ട്. ആനക്കാണ് പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ തൊട്ടടുത്ത് കുറേ ഷീറ്റ് ചാരിച്ചിന്, അതൊക്കെ പൊട്ടിച്ച് വയറിൻ്റെ മറ്റേ ഭാഗം തട്ടിയിട്ട് പൊട്ടിയായിരിക്കും. അപ്പോൾ കുട്ടീനെ പിടിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ആന ഓടിയിട്ട് ലാസ്റ്റ് അവൻ്റെ ഭാഗം കൊണ്ട് കഴിച്ചില്ല. ഇതായി ചുമരുമ്മ കണ്ടോ, മണ്ണാണത്. ആൻ്റെ തല വരിഞ്ഞ മണ്ണാണ് ആ ഷീറ്റുമ്മ കാണുന്നത്. ഏതായാലും ആ 3 കുട്ടികൾ രക്ഷപ്പെട്ടു കേട്ടോ. ആ ഇതിൻ്റെ ഉള്ളിലൂടെ ഓടി ആ കുട്ടി അത്ഭുതകരമായിട്ട് തന്നെ രക്ഷപ്പെട്ടു. ആൻ്റെ തൊട്ടടുത്ത് നിന്നാണ് അവനെ കഴിച്ചിലായി വന്നത്. ഇവിടെ എത്തിയിട്ടും വീണ്ടും അവന് ഭാഗ്യം കൊണ്ട് തന്നെ രക്ഷപ്പെട്ടതാണ്. വർക്ക് തുടങ്ങട്ടെ. പള്ളി കഴിഞ്ഞപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നാളെ പെരുന്നാളുമാണ്. പള്ളി കഴിഞ്ഞ് വന്നത് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ വീണ്ടും പണി തുടങ്ങാനുള്ള പരിപാടി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരും ഷെയറും ചെയ്യില്ല, ഒന്നും ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ നീക്കി പോകും. നിങ്ങളെ സപ്പോർട്ടല്ലേ നമ്മളെ വിജയം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് നമ്മളെ ചാനൽ ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലും ഒരേ പേര് തന്നെ ആരിസ്റ്റീക്ക വൈത്തിരി എന്നാണ്. അതൊന്ന് നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്തിട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.